ഉത്തരാഖണ്ഡിലെ ചോപ്ത എന്ന് പറയുന്ന വളരെ ഭംഗിയുള്ള ഒരിടത്തേക്കായിരുന്നു എൻ്റെ അടുത്ത യാത്ര. ചോപ്ത എന്ന് പറയുന്നത് കേദാർനാഥ് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഒരു ചെറിയ ഭാഗമാണ്. ഇത് പുൽമേടുകളും ആൽപൈൻ ഫോറസ്റ്റും കൊണ്ട് നിറഞ്ഞ ഒരിടമാണ്. ഊഖിമഠിൽ നിന്നും 29 കിലോമീറ്റർ അകലെയാണ് ചോപ്ത സ്ഥിതി ചെയ്യുന്നത്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 2608 മീറ്റർ ഉയരത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. തുംഗനാഥ്, ചന്ദ്രശില തുടങ്ങിയ ട്രെക്കുകളുടെ ബേസ് ക്യാമ്പായാണ് ചോപ്തയെ അറിയപ്പെടുന്നത്. ഒട്ടും ധൃതി വയ്ക്കാതെ വളരെ പയ്യെ നടന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ട്രെക്ക് തുടങ്ങിയത്. ഈ ട്രെക്ക് ചെന്ന് നിൽക്കുന്നത് തുംഗനാഥ് ക്ഷേത്രത്തിലേക്കാണ്. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ട്രെക്കിങ്ങിനിടെ പലയിടങ്ങളിലും വിശ്രമിക്കാൻ ഇടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളും അവിടെ ഇരുന്ന് അല്പനേരം വിശ്രമിച്ച ശേഷം ട്രെക്കിംഗ് തുടർന്നു. ഇവിടുത്തെ ഭംഗി തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്ട് ചെയ്തത്. ഈ ഭംഗി കാരണം പലയിടങ്ങളിലും നിന്ന് ഞാനത് ആസ്വദിക്കാൻ തുടങ്ങി. ഇതെൻ്റെ ട്രെക്കിങ്ങിനെ അല്പം വൈകിച്ചു. ട്രെക്കിംഗ് നേരത്ത് പലയിടങ്ങളിലും ഞങ്ങൾ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി നിന്നു. കുറച്ചുപേർ ഫോട്ടോ എടുക്കാനും തുടങ്ങി. ഡിസംബർ മാസം ആയതിനാൽ പലയിടങ്ങളിലും മഞ്ഞ് വീഴുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജാനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ഇവിടെ മുഴുവനും മഞ്ഞുകൊണ്ട് മൂടും. അല്പനേരം നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടത് ഉരുക്കി തുടങ്ങുന്ന മഞ്ഞായിരുന്നു. ഉരുക്കി തുടങ്ങുന്ന മഞ്ഞിൽ നടക്കുന്നത് ആപത്ത് ക്ഷണിച്ചു വരുത്തും. ഇതിൽ വീഴാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് മുന്നോട്ടുള്ള യാത്ര ഇനി വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പൂർത്തിയാക്കാൻ കഴിയാതെ വന്ന ഈ ട്രെക്കാണ് എനിക്ക് വീണ്ടും ഇങ്ങോട്ട് വരാൻ ഇനിയുള്ള പ്രചോദനം. അധികം വൈകാതെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഈ ട്രെക്ക് പൂർത്തിയാക്കാൻ. തിരിച്ചു വരുന്ന യാത്രക്കിടയിൽ ഞങ്ങൾ മംഗൾ സിംഗ് കാ ധാബയിൽ കയറി. ഇത് ഇവിടുത്തെ ഏറ്റവും പഴക്കമുള്ള ധാബയാണ്. അവിടെ ഇരുന്ന് അല്പനേരം വിശ്രമിച്ച ശേഷം കുറച്ച് പറാഠയും കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. ഭക്ഷണശേഷം ഞങ്ങൾ തിരികെയുള്ള യാത്ര തുടങ്ങി.
അടുത്തതായി ഞങ്ങൾ പോയത് ഊഖിമഠിലെ ഓംകാരേശ്വർ ക്ഷേത്രത്തിലേക്കാണ്. കേദാർനാഥ് ക്ഷേത്രത്തിലെയും മത്മഹേശ്വർ ക്ഷേത്രത്തിലെയും വിഗ്രഹം ശീതകാലത്ത് ഈ ക്ഷേത്രത്തിലാണ് സൂക്ഷിക്കാറ്. ശീതകാലം കഴിയും നേരം ഈ വിഗ്രഹങ്ങൾ ഇവിടുന്ന് വളരെ ആഘോഷകരമായി അവരവരുടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാറാണ് ചെയ്യുന്നത്. എല്ലാവരും ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട ഇടങ്ങളിൽ ഒന്ന് തന്നെയാണ് ചൂപ്തയും ഊഖിമഠും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.